ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് സർപ്രൈസായി എത്തിയത് L365 എന്ന സിനിമയുടെ പ്രഖ്യാപനം തന്നെയായിരുന്നു. നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും നമുക്ക് കിട്ടിയെങ്കിലും ഒഫീഷ്യലായി ഒരു അനൗൺസ്മെന്റിലേക്ക് പോയില്ല. ഇന്നേ ദിവസം സർപ്രൈസായി മോഹൻലാൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി. വരാൻ പോകുന്നത് ഏത് ജോണർ ചിത്രമാണെന്ന് വരെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുകയാണ്. മോഹൻലാൽ ഒരു പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. അവർ അത് പറയുകയും ചെയ്തു. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. മോഹൻലാലിനൊപ്പം ഒരു പടം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ടോക്കായി മാറുന്നുണ്ട്. അത് ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും ഒക്കെ വലിയൊരു ഉത്തരവാദിത്തമായി മാറുന്നതും നമ്മൾ കാണാറുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിജയം തരിക എന്നതാണ് ആത്യന്തികമായി എല്ലാത്തിന്റെയും അവസാനം. തരുൺ മൂർത്തി അങ്ങനെ ഒരു വലിയ ടാസ്ക് ഏറ്റെടുത്ത് നമുക്ക് തുടരും പോലൊരു ഗംഭീര സിനിമ തന്നു. ഇനി അതുപോലെ തന്നെ ഒരു ന്യൂ ഡയറക്ടറിലേക്ക് മോഹൻലാൽ എത്തുകയാണ്. അത് തന്നെയാണ് പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ കൗതുകം. മോഹൻലാൽ ഒരു പുതിയ സംവിധായകനെ കൈകൊടുക്കുന്നു എന്നത്. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനൊപ്പം ഒരു സിനിമ ചെയ്യുന്നതിന്റെ ആവേശത്തിലാണ് നിർമ്മാതാവ് ആഷിഖ് ഉസ്മാൻ. ഇപ്പോൾ ആഷിഖ് ഉസ്മാന്റെയും ആദ്യ മോഹൻലാൽ ചിത്രമാണിത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മോഹൻലാലിനെ നായകനാക്കി ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന പുതിയ സിനിമയുടെ പ്രഖ്യാപനം നടന്നത്. ഒരു ലാലേട്ടൻ ഫാൻ ബോയ് എന്ന നിലയിൽ സന്തോഷം നിറഞ്ഞ നിമിഷം എന്നാണ് ഈ പ്രഖ്യാപനത്തെ ആഷിഖ് വിശേഷിപ്പിക്കുന്നത്. വിജയ് സൂപ്പർ, പൗർണമി, തല്ലുമാല തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ അഞ്ചാം പാതിര സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുമായ ഓസ്റ്റിൻ ഡാൻ തോമസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. L365 എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന സിനിമയുടെ രചന നിർവഹിക്കുന്നത് രതീഷ് രവിയും. ഈ മോഹൻലാൽ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇതിന്റെ ടീം അംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിരുന്നു. രതീഷ് രവിയൊക്കെ വലിയ ത്രില്ലിലാണ്. തന്റെ വലിയൊരു ആഗ്രഹം ലാലേട്ടന്റെ സിനിമയ്ക്ക് കഥ ഒരുക്കുക എന്നത്, അത് സംഭവിച്ചിരിക്കുന്നു, നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ഒരു നിമിഷം ഏറെ എക്സൈറ്റ്മെന്റ് നിറഞ്ഞതാണ്. അത് മാത്രമാണ് പറയുവാൻ കഴിയുക. ഒരു ലാലേട്ടൻ ഫാൻ ബോയ് എന്ന നിലയിൽ ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയാണ്. ഏതൊരാളുടെയും വലിയ സ്വപ്നമാണ് ഒരു ലാലേട്ടൻ സിനിമ എന്ന് പറയുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആഷിഖ് ഉസ്മാൻ. ഇതൊരു കോമഡി ചിത്രമാണോ എന്ന് ചോദിച്ചാൽ ഈ സിനിമയിൽ എല്ലാം ഉണ്ട്. ലാൽ സാർ ഏറെ നാളുകൾക്ക് ശേഷം ഒരു പോലീസ് കഥാപാത്രം ചെയ്യുന്നു. അതിൽ ഹ്യൂമർ ഉണ്ട്. ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. സിനിമ റിലീസ് ചെയ്യുന്ന വേളയിൽ മാത്രമേ കൂടുതൽ പറയാൻ കഴിയുകയുള്ളൂ. 1.5 വർഷത്തോളമായി ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിന്റെ പണിപ്പുരയിലായിരുന്നു. ആ സമയം ആരായിരിക്കും നായകൻ എന്നത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്ലാനുകൾ ഒന്നുമായിരുന്നില്ല. തിരക്കഥ പൂർത്തിയായതിനു ശേഷമാണ് ഈ കഥ ലാൽ സാറിനോട് പറയാമെന്ന് തോന്നുന്നത്. 4 മണിക്കൂർ എടുത്താണ് ഞങ്ങൾ കഥ ലാൽ സാറിനോട് പറഞ്ഞത്. ആ 4 മണിക്കൂർ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അവിടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ കഥ ഇഷ്ടമാകുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഒരു 2 മണിക്കൂർ സമയമായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ 4-5 മണിക്കൂർ സമയം ഞങ്ങൾ ലാൽ സാറുമായി ചെലവഴിച്ചു. ആ നിമിഷങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു ഫാൻ ബോയ് മൊമെന്റ് തന്നെയായിരുന്നു. ഓസ്റ്റിൻ എന്റെ നിർമ്മാണ കമ്പനിയുടെ ബാനറിൽ ഒരുങ്ങിയ നിരവധി സിനിമകളുടെ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഓസ്റ്റിൻ എന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹവുമായി 10 വർഷത്തോളമായുള്ള സൗഹൃദമാണ്. സിനിമയുടെ ചിത്രീകരണം ഈ വർഷം ആരംഭിക്കാനാണ് ഞങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ഒരു മികച്ച സിനിമ നൽകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നും ഈ പ്രഖ്യാപന വേളയിൽ ആഷിഖ് ഉസ്മാൻ പറയുന്നുണ്ട്. എന്തായാലും ചിത്രം ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് കഴിഞ്ഞായിരിക്കും തുടങ്ങുക എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വെച്ച് പറയാൻ കഴിയുന്നതും. കൂടാതെ ഈ ചിത്രത്തിന്റെ അണിയറയിൽ ചില വമ്പൻ പേരുകളുടെ വരവ് കൂടി പറഞ്ഞു വെക്കുകയാണ് ട്രാക്കർമാർ. സാധ്യതകളുടെ ലിസ്റ്റിൽ തുടരുമെന്ന ചിത്രത്തിലെ ഗംഭീര അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തിലും എത്തിയേക്കാനുള്ള സാധ്യത. ക്യാമറയിൽ ഷാജികുമാറും മ്യൂസിക്കിൽ ജെക്സ് ബിജോയും എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല എന്നും ട്രാക്കർമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ചിത്രത്തിലേക്ക് മോഹൻലാൽ കടക്കുക. ദൃശ്യം 3 തന്നെ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 45 ദിവസത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂളാണ് ദൃശ്യം 3ക്ക് ഉണ്ടാകുക എന്ന് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഉടനെ L365 എന്ന ചിത്രത്തിലേക്ക് കടക്കും. ചിത്രത്തിന്റെ പേരൊന്നും വെളിപ്പെടുത്താത്ത സ്ഥിതിക്ക് തുടരും സർപ്രൈസ് നൽകിയതുപോലെ L365 എന്ന ചിത്രവും നമുക്ക് വലിയ സർപ്രൈസുകൾ നൽകാൻ സാധ്യതയുണ്ട്.